ഹായ്, ഞാനുള്ളത് ലാസ്റ്റ് എക്സിറ്റാണ്. അതായത് ദുബൈയിലെ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് വരുമ്പോൾ ഇതിലെ പോകുമ്പോൾ അബുദാബിക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും നിർത്തുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഇത് എൻട്രൻസിൽ തന്നെ ഒരു ടിപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുട്ടും വീലൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ചെയ്യണവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവങ്ങളാണ്. ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത് കണ്ടല്ലോ, ഒരു ട്രക്ക് മറിച്ചിട്ടേക്കണ പോലെ തന്നെയാണ്. അതിൻ്റെ മറിച്ച് താഴെ ഇട്ടേക്കണ പോലെയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒരു റെസ്റ്റോറൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു, പഴയൊരു പ്ലെയിൻ കൊണ്ടുവന്നിട്ട് റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങിയതായിരുന്നു. എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹം അങ്ങനത്തെ ആയിരുന്നു. ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പഴയ വിമാനം ഇപ്പോൾ അതിൽ കൊണ്ടുവന്നിട്ട് റെസ്റ്റോറൻ്റ് ആക്കാമെന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇത് കണ്ടല്ലേ, നമ്മളൊരു സോഫ സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു മെറ്റലാണ്. ട്രം ഉണ്ടല്ലോ, നമ്മുടെ ട്രം വെച്ചിട്ട് അവർ കട്ട് ചെയ്തിട്ടുണ്ടാക്കി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ഞാനുള്ളത് ലാസ്റ്റ് സീറ്റിലാണ് ദുബൈയിൽ. അവിടെ ആ പുറത്ത് ഇരിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. അതിനൊരു കുഷ്യനിട്ട് കൊടുത്താൽ മതി. ഇത് കണ്ടല്ലേ, ഇതിങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇത് കാണുമ്പോൾ ഇച്ചിരി ഐഡിയ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. ഒരു സിമ്പിളായിട്ട് ട്രം എടുക്കുക, അതിലൊരു ഫ്രെയിം അടിക്കുക, ഈ ട്രം ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, ഇതിങ്ങോട്ട് മടക്കി ഈ ഒരു സെറ്റായിട്ട് അടിച്ചാൽ മതി. അതിൻ്റെ പുറത്തൊരു ട്രം കമത്തിയിട്ട് 4 ട്രം ഉണ്ട്, 5 ട്രം ഉണ്ടെങ്കിൽ ഒരു സംഭവം സെറ്റ് റെഡിയാകും. ഇത് കണ്ട, ആ കുഷ്യൻ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഇതാണ്. അതിലൊരു പെയിൻറ്റിങ്ങും കൊടുത്താൽ മതി. ഇവിടെ എടുത്തിരിക്കുന്ന സെറ്റുകൾ ഇരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന എല്ലാം ഇങ്ങനെ ട്രമ്മുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ലാസ്റ്റ് എക്സിറ്റ് നല്ലൊരു കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഒരുപാട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ ഡോറ് കണ്ടോ, നല്ല ഷീറ്റിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ പിടിയൊക്കെ നോക്കണ്ട. നമ്മുടെ വില്ലീസിൻ്റെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു കോടാലി ഇരിപ്പുണ്ട്. വില്ലീസിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. അതുപോലത്തെ ഒരു കോടാലി ഇങ്ങനെ ഹാൻഡ് റീലായിട്ട് ഉപയോഗിച്ചിരിക്കണം. അത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം. അതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇത് കണ്ട, എല്ലാത്തിൻ്റെയും ഹാൻഡിൽ നോക്കണ്ട. ഈ ഒരു സംഭവം തന്നെയാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇതുപോലെ നമുക്ക് കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ട് 2 ഗ്രൂപ്പായിട്ട് വന്നിട്ട് ചെയ്യാനുള്ളൊരു ഗെയിമാണല്ലേ. കുറച്ച് ആൾ വേണ്ടി വരും. ഇല്ലാതെ കണ്ടില്ല, അവിടെ ആളുകൾ സെറ്റ് ചെയ്യണുണ്ടെന്നോ അല്ലേ. അത് കണ്ട, ആ ഒരു ഇതാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു ഗെയിമാണ്, നമ്മളെ കൊണ്ട് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഞാനത് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നവർക്ക് ഈ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ നടക്കാൻ പോകുന്ന ആസ്ട്രോയിങ് ആട്ടോ. നമുക്കടുത്ത് കാണാം, കോടാലി വെച്ച് എറിയുക, ആ ഒരു സംഭവം തന്നെ. വേറെ കഥയൊന്നുമില്ല. ഇത് കണ്ടില്ലേ, എൻ്റെ പൊന്നെ. ഇത് തിരിച്ചൊന്നും പോരിയല്ലേ, കണ്ട. ഇതിങ്ങനെ എറിഞ്ഞ് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എത്തണം. അതാണ് അതിൻ്റെ ഗെയിം. പിന്നെ ആള് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആള്. അത് പറഞ്ഞില്ല, പറഞ്ഞ താഴെ വീണ്. ഇതാ പറഞ്ഞ ഞാനെന്ന് പറഞ്ഞു നോക്കിയാട്ടെ, എങ്ങനെ ഉണ്ടെന്നറിയാം. ഇത് നോക്കിക്കോ, ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് കെ ജോസഫ്. നോക്കിക്കോ. ഓക്കെ. താഴത്തേക്കാണ് പോണം. കിട്ടല്ല. ഒന്നുകൂടി. നമുക്ക് പറ്റിയതല്ല ഇത്. എന്തായാലും ഇത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടാ. എനിക്ക് സ്മാഷ് റൂം, ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇതൊക്കെ എടുത്ത് വെറുതെ തല്ലിപ്പൊട്ടിക്കുക. എക്സർസൈസ് വേണ്ടവർ ഇങ്ങോട്ട് വരിക. ഇതൊക്കെ നമുക്ക് എന്താ പറയണ്ട, ഇതൊക്കെ എടുത്ത് തല്ലിപ്പൊളിക്കാനുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കൊള്ളാല്ല, ഇതൊക്കെ വെറുതെ ആയിട്ട് തല്ലിപ്പൊളിക്കുക. കാര്യം ഈ ഭദ്രാവതി ടീം, സ്ക്രാപ്പ് ടീം കൂടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഇതൊരു ഗെയിമുമാണ്, തല്ലിപ്പൊളിച്ച് തരികയും ചെയ്യും. കണ്ടില്ല, അതേ ഇതൊക്കെ അടിക്കണതാണ്. ഈ ഒരു സംഭവമാണ് ഇതുള്ളത്. എന്തായാലും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വന്നിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എത്ര എൻട്രി ഇതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ ഇത് ചെയ്യണേന്? 30 ദിർഹംസ് ആണ് ഈ ഒരു ടാർഗറ്റ് ഷൂട്ടിങ്. 25 ബോൾസ് ഉണ്ട്. 30 ദിർഹംസ് ആണ് വരുന്നത്. ഇപ്പൊ ഞാനൊന്ന് നോക്കിയാണ് ഇതിലേക്ക്. ഇത് നോക്കിക്കോട്ടാ.
ഇപ്പം എനിക്ക് ഏകദേശം പിടുത്തം കിട്ടി. ഇപ്പോഴാണ് ടെക്നിക്കലി പിടുത്തം കിട്ടിയത്. ഇവനാള് വില്ലപ്പനാണ്. ഇവനാണ് സാധനം ട്രെയിനർ. ഇതൊക്കെ എടുത്തിട്ട് ഇതേണ്ട അതിങ്ങനെ പിടിക്കുക, വേണ്ട അത് പിടിച്ച് വലിക്കുക, അതേണ്ട ഇതാണ് സംഭവം. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ല ഗെയിമാണ് കേട്ടോ. ഇപ്പം ഇതാരാണ് ഇത് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്? ഇത് ബിൽഡപ്പ് അതായത് ഈ ലാൻഡ് വരുന്നത് ദുബായ് ഹോൾഡിങ്ങിൻ്റെയാണ്. ദുബായ് ഹോൾഡിങ്ങിൻ്റെയാണ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഈ ഒരു തീം കംപ്ലീറ്റ് ആരാണ് അതിന്റെ ഐഡിയ എന്നറിയില്ല ബിഹൈൻഡ്. പക്ഷേ ഇത് ഒരു മാഡ് മാക്സ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്. ആ മൂവിയുടെ തീമിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ മൂവിയാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മാഡ് മാക്സ് എന്നുള്ള ആ ഒരു മൂവിയുടെ ഇതിലാണ് ഇത് ഡിസൈൻ ആക്കിയിരിക്കുന്നത്. കേട്ടില്ലേ? നമുക്കൊരു ഫോട്ടോ സെക്ഷൻ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാം. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരുപാട് എന്താ പറയുക, നമുക്കൊരു ലോക്കാനുള്ള സിസ്റ്റത്തിൽ ലോക്കിംഗ് ആക്കി ഇട്ടേക്കണ ഒരു ഇതുണ്ടല്ലോ. ആ മൂവിയുടെ തീമിലാണ് ഇതെല്ലാം ഫുള്ള് ചെയ്തിരിക്കുന്നതെന്നാണ് പറയണത്. ഇതിൻ്റെ സീറ്റിങ് കൊടുത്തിരിക്കുന്ന നോക്കണ്ടേ, ഒരു ബസ്സിൽ ഇരിക്കണ ആ ഒരു തീമിലാണ് കേട്ടോ. ബസ്സിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെയൊക്കെ സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മറിഞ്ഞ് വീഴുകയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് താങ്ങി നിർത്താൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ താങ്ങി നിർത്താം. ഇതൊരു മറിഞ്ഞ് വീണ പോലെ ഒരു ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തലയിലൊക്കെ അങ്ങനെ വീഴുക. തെങ്ങ് കോൺക്രീറ്റും ചതിക്കലെന്നാണ് പറയുന്നത്. തലയിലൊക്കെ വീഴുകയല്ല, മറിഞ്ഞ് വീഴുകയല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് കണ്ടില്ലേ, ഈ ഒരു കാഴ്ചകൾ നല്ലൊരു ഭംഗിയാണ്. ഇതൊക്കെ ഇതിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സീലിംഗ് ഒക്കെ അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഏതാണ് കാറെന്നറിയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രീമിയർ പത്മിനിയുടെ പഴയ ആ ഒരു സ്റ്റൈല് കാണുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടാണ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലവർ ഇതൊക്കെ ഓഫീസൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ് ഇതിലുള്ളത്. എങ്ങനെയുണ്ട് ഇതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ.